വൈറസുകളുടെ ഉറവിടം വവ്വാലുകളാണെന്ന് ഉറപ്പിക്കുന്നുണ്ടെങ്കിലും പേരാമ്പ്രയിൽ നിന്നും പിടികൂടി പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളിലും രോഗാണുക്കളെ കണ്ടെത്താനാകാത്തതാണ് ആരോഗ്യവകുപ്പിനെ കുഴപ്പിക്കുന്നത്. ഭോപ്പാലിലെ അതിസുരക്ഷാ ലാബിൽ നടത്തിയ രണ്ടാംഘട്ട പരിശോധനയുടെ ഫലമാണ് ഇന്നലെ പുറത്തുവന്നത്. പഴം തിന്നുന്ന വവ്വാലുകൾ കൂട്ടമായി താമസിക്കുന്ന ജീവിയാണ്. ഇങ്ങനെയുള്ള പല കോളനികളിലെ വവ്വാലുകളെ പരിശോധിച്ചാൽ മാത്രമേ വൈറസ് ബാധ കണ്ടെത്താൻ കഴിയൂ. വൻമരങ്ങളിൽ വസിക്കുന്നവയെ പിടികൂടുക തന്നെ ദുഷ്കരമാണ്. എപ്പിഡെമോളജിക്കൽ സ്റ്റഡി ഒരു രാത്രി കൊണ്ടൊന്നും തീരുന്നതല്ല. ഇനിയും ഫർദർ സ്റ്റഡിക്ക് വേണ്ടി നോക്കേണ്ടി വരും. ഫർദർ സ്പീഷീസും എല്ലാം നോക്കേണ്ടി വരും. അതേസമയം ചികിത്സയ്ക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും സർക്കാർ 1 കോടി രൂപ അനുവദിച്ചു. കോഴിക്കോടും മലപ്പുറത്തും മാഹിയിലും സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ 12 മാറ്റി. 29 പേരാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. ഇപ്പോൾ ഇന്നലത്തെയും കൂടി കൂട്ടി 29 പേരിപ്പോൾ അവിടെ നിലവിൽ നിരീക്ഷണത്തിലുണ്ട്. 201 റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഒന്നും തന്നെ പോസിറ്റീവ് അല്ല. സമൂഹമാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തിയ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആശങ്കയുണ്ടാക്കുന്ന സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചതിനാണ് ഇവരുടെ പേരിൽ കേസെടുത്തിരിക്കുന്നത്. പ്രതികളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.